എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറെ ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന സമയങ്ങളാണ്. ആദരവായ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ ദിക്റിലായി, അള്ളാഹുവിൻ്റെ സ്മരണയിലായി സമയം ചെലവഴിക്കുമായിരുന്നു. ഒന്ന്, സുബഹി നമസ്കാരാനന്തരം സൂര്യൻ ഉദിച്ചു തുടങ്ങുന്നത് വരെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസം നടക്കുന്ന സമയം. രണ്ട്, അസർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ, കടൽ തീരത്ത് മഞ്ഞ ശോഭ വെളിവാകുമ്പോൾ, ഓരോ പക്ഷികളും അതിൻ്റെ അന്നങ്ങളെല്ലാം തേടി അതിൻ്റെ കൂടുകളിലേക്ക് മടങ്ങി വരുന്ന രാത്രി തുടങ്ങുന്ന ഈ മൂമെൻ്റ്, ഈ സമയവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സ്മരണയിലായിട്ട്, അള്ളാഹുവിൻ്റെ ദിക്റിലായി ചെലവഴിക്കുകയായിരുന്നു. അതാണ് നമ്മൾ അദ്കാറു സബാഹ് വൽ മസാഹ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ ഈ സദസ്സും ഒരു രീതിക്ക് അള്ളാഹുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയുള്ള സദസ്സാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൻ്റെ പേരിലുള്ള സദസ്സാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ, ആ അളവിൽ നമ്മുടെ ഈ മജ്ലിസിനെയും നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെയും കബൂലാക്കുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംഗമിപ്പിക്കുമാറാകട്ടെ. മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും സവിധത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നൊരാളെയും അള്ളാഹു മഹ്റൂമാക്കാതിരിക്കട്ടെ. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ നമ്മളിങ്ങനെയുള്ള സദസ്സിൽ സ്വീകരണ പരിപാടികൾക്ക് പങ്കെടുക്കാറുണ്ട്, യാത്രയപ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്കൂളിലും കോളേജുകളിലൊക്കെ നടക്കുന്ന വാർഷിക ആനുവൽ പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. ഈ സദസ്സിനെ കുറിച്ച്, ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ച്, അഹ്ലൻ യാ റമളാൻ എന്നത്തെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇതൊരു സ്വീകരണ പരിപാടിയാണല്ലോ. സാധാരണഗതിയിൽ സ്വീകരണ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുക നമ്മളിൽ നിന്ന് യാത്ര പോയി തിരിച്ചു വരുന്ന ഒരാളെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. സമ്മാനം നേടി ജേതാവായി വരുന്ന ആളെ അനുമോദിക്കാനും ആശംസിക്കാനും അദ്ദേഹത്തിന് സ്വീകരണം പറയാനും വേണ്ടി ഇങ്ങനെ ഒരു സദസ്സ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഈ സദസ്സും ഒരു സ്വീകരണ യോഗം, ഒരു സ്വീകരണ പരിപാടിയാണല്ലോ. ഇന്ന് ശഅബാൻ 6 24 ദിവസങ്ങൾക്കകം നമ്മളിലേക്ക് വന്നെത്തിച്ചേരാൻ പോകുന്ന ഒരു അതിഥിയെ, ഒരു യാത്രക്കാരനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കൊക്കെ കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു, നമ്മളിൽ നിന്ന് യാത്ര പോയ ആ അതിഥി മടങ്ങി വരും എന്ന് ഉറപ്പുണ്ടായിരുന്നു. കാരണം എല്ലാ വർഷവും വരാറുള്ള അതിഥിയാണ്, എല്ലാ വർഷവും യാത്ര കഴിഞ്ഞ് വരാറുള്ള യാത്രക്കാരനാണ്. പക്ഷേ നമുക്കൊരൊറ്റ പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ യാത്രക്കാരൻ, ഈ അതിഥി മടങ്ങി വരുന്ന സമയത്ത് ഞാനും നിങ്ങളും റൂഹോടുകൂടി, ആത്മാവോടുകൂടി ഇതിനെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ ബാക്കിയുണ്ടാവുമോ എന്നുള്ള ബേജാറും വിഹ്വലതയും മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത് വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായിരുന്നു. റമളാൻ 24 പകലുകളും 24 രാവുകൾക്കും അകലെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. മുഅ്മിനീങ്ങളെല്ലാം അതിൻ്റെ വലിയ കൊതിയിലും താല്പര്യത്തിലാണ്. സാധാരണഗതി നമ്മുടെ നാടുകളിലെ പള്ളികളിലും നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിലും കേട്ട് പരിചയിച്ചൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. നമ്മൾ പഠിക്കുന്ന സാധാരണ ഒരു ദുആ ആണ്. ആ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു ദുആ അല്ല, സഹാബാക്കളും പഠിപ്പിച്ചു തന്നൊരു ദുആ അല്ല. പക്ഷേ മുഅ്മിനീങ്ങളായ നമ്മളത് ചെല്ലുന്നു. അത് നമുക്ക് ചെല്ലാം, അതിന് ആമീൻ പറയാം. അത് ചെല്ലുന്നത് നമ്മുടെ എല്ലാം മനസ്സിൻ്റെ അകത്തുള്ള അടങ്ങാത്തൊരു ആഗ്രഹത്തിന്റെ പേരിലാണ്, ഒരു കൊതിയുടെ പേരിലാണ്, ഒരു താല്പര്യത്തിന്റെ പേരിലാണ്, ഒരു പൂതിയുടെ പേരിലാണ്. പടച്ചോനെ, റജബും ശഅബാനും റമളാൻ കടന്ന് റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്നുള്ള ആഗ്രഹം. റസൂലുള്ളാഹിയും സഹാബത്തും ചെല്ലുന്നില്ല എന്ന് ഞാൻ കൊണ്ട് ഉദ്ദേശിച്ചത്
അവർ 6 മാസക്കാലം, റമദാന് മുമ്പുണ്ടായിരുന്ന 6 മാസക്കാലം പടച്ചോനെ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. ഒരു റമദാൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി 6 മാസക്കാലങ്ങൾ പടച്ചവനെ കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ ചെയ്തിരുന്ന അമലുകളെല്ലാം പടച്ചവനെ നീ സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്യായിരുന്നു. അതിനുശേഷം വരുന്ന റമദാൻ പടച്ചവനെ അടുത്ത റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്ന് ദുആ ചെയ്യും. ആ റമദാൻ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കും. റമദാൻ കഴിഞ്ഞ പടച്ചവനെ ഈ കഴിഞ്ഞ റമദാനിൽ ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യും. അങ്ങനെ റമദാനിന് ചുറ്റും വട്ടം കൂടി ദുആ ചെയ്യുകയും അതിനെ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുജനന്മാരും. നമ്മളും അങ്ങനെ ദുആ ചെയ്ത് ഒരു മുയം അകലത്തിൽ റമദാനിന്റെ അടുത്തെത്തിരിക്കുകയാണ്. സാധാരണഗതി നമ്മൾ ക്യൂ നിൽക്കാറുണ്ട്. റേഷൻ പീടികയിൽ പോകുന്ന സമയത്ത് ക്യൂ നിൽക്കും, മറ്റെവിടെയെങ്കിലും ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ക്യൂ നിൽക്കും, ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നിടത്ത് നമ്മൾ ക്യൂ നിൽക്കാറുണ്ട്. അപ്പൊ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇടക്കിടക്ക് മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കും, ഇനി എത്ര ആള് മുമ്പിലുണ്ട്. ഇടക്ക് ആരും വന്ന് കയറുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തും. മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു രസം തോന്നും, ആനന്ദം തോന്നും. അവസാനം നമ്മുടെ മുമ്പിൽ ഒരാൾ മാത്രമാവുകയും അയാളും മാറി നമ്മൾ ഏറ്റവും മുമ്പിൽ എത്തുന്ന സമയത്ത് നമ്മൾ എത്രയും നേരം കാത്തിരുന്നു കൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന ടിക്കറ്റ് കയ്യിലേക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ഡോപ്പമിൻ ഹൈ, ഒരു വല്ലാത്ത ആഹ്ലാദം, ഒരു സന്തോഷം കിട്ടിപ്പോയി. കാത്തിരുന്നിട്ട് കുറെ നേരം വെയിൽ കൊണ്ടിട്ട് കിട്ടിപ്പോയി എന്നൊരു ആഹ്ലാദം. അതുപോലൊരു ആഹ്ലാദമാണ് ഇങ്ങനെ കാത്തിരുന്ന് റമദാൻ എന്നൊരു മുഅ്മിന്റെ മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നേണ്ടതും നമുക്ക് അനുഭവപ്പെടേണ്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 30 വയസ്സുള്ള ആളുകളുണ്ട്, 40 വയസ്സുള്ള ആളുകളുണ്ട്, 50ഉം 60ഉം 70ഉം വയസ്സുള്ള ആളുകളുണ്ട്. എത്ര വർഷക്കാലമാണോ നമ്മുടെ ജീവിച്ചത് അത്രയും വർഷത്തിന് തുല്യമായിട്ടുള്ള റമദാനാണ് എൻ്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ലഭിച്ചത്. പക്ഷെ അതിൽ പല റമദാനും നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് തന്നെ മാനസികമായി ആലോചിക്കുമ്പോൾ വളരെ ദുഃഖത്തോടുകൂടി മാത്രം നമ്മൾ ഓർക്കുന്ന ഒരുപാട് നല്ല റമദാൻ നമ്മുടെ യൗവനത്തിൽ കഴിഞ്ഞുപോയി. ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള റമദാനൊക്കെ പരമാവധി ഉപയോഗിക്കണം, ഉപകാരപ്രദമാക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും താല്പര്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ റമദാൻ കിട്ടുമ്പോൾ മുഅ്മിൻ സന്തോഷിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം സംഭവിച്ചു. ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് എന്ന് പറയുന്ന സഹാബിക്കാണ് സംഭവിച്ചത്. അദ്ദേഹം സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബിയാണ്. അശറത്തുൽ മുബശ്ശിരീൻ, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗത്തിൽ എത്തിച്ചേരും എന്ന് നബിതങ്ങൾ പ്രവചിച്ച സഹാബി. അദ്ദേഹം പാതിരാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം കണ്ട സ്വപ്നം, അദ്ദേഹത്തിന് പരിചയമുള്ള മദീനക്കാരായിട്ടുള്ള 2 യുവാക്കൾ, അവർ രണ്ടുപേരും ഇസ്ലാം മതം സ്വീകരിച്ചത് ഒരേ ദിവസം നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ആ 2 പേരിൽ ഒന്നാമത്തെ ആൾ, അയാൾ ഒരുപാട് ജിഹാദിൽ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഒരു ജിഹാദി യുദ്ധ രണാങ്കണത്തിൽ വെച്ച് രക്തസാക്ഷിയായിക്കൊണ്ട് ആ ഒന്നാമത്തെ മനുഷ്യൻ മരണപ്പെട്ടു. അയാളോടൊപ്പം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച വേറെ 2ാമത്തെ പുരുഷനുണ്ട്. അയാൾ 1 വർഷക്കാലം കൂടി ജീവിച്ചു. 1 വർഷക്കാലത്തിന് ശേഷം സാധാരണ രീതിയിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് നോർമലായി മരണപ്പെട്ടു. ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടത്, സ്വർഗ കവാടത്തിന്റെ മുമ്പിൽ ഈ 2 സഹാബികളും ഇദ്ദേഹവും നിൽക്കുന്നു. സ്വർഗത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഒരു മലക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സാധാരണഗതിയിൽ നോർമലായി മരിച്ച മനുഷ്യനെ ആദ്യം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരുപാട് നേരം കാത്തിരുന്നതിന് ശേഷം മലക്ക് വീണ്ടും പുറത്തേക്ക് വന്നു. രക്തസാക്ഷിയായി മരിച്ച സഹാബിയെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് വീണ്ടും സ്വർഗ കവാടത്തിൽ കാത്തിരിക്കുകയാണ്. ആ മലക്ക് പിന്നെയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇർജിഅ, മടങ്ങിപ്പോവുക, നിങ്ങളുടെ സമയമായില്ല എന്ന് പറഞ്ഞു. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു അത്ഭുതമായി. കാരണം അദ്ദേഹത്തെ മടക്കി അയച്ചതിൽ അത്ഭുതപ്പെടേണ്ടതില്ല, കാരണം അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. അതേസമയം സ്വർഗത്തിൽ കടന്നുപോയ ഈ 2 സഹാബികളും മരണപ്പെട്ടവരാണ്. അതുകൊണ്ടായിരിക്കും അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, എന്നെ മടക്കി അയച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കാത്ത വസ്തുത, എന്തുകൊണ്ടാണ് ഒരു രക്തസാക്ഷിയും സാധാരണഗതിയിൽ മരിച്ചൊരു സഹാബിയും ഉണ്ടായിരുന്ന ആ സന്ദർഭത്തിൽ മലക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ രക്തസാക്ഷിയായ സഹാബിയെ കൂട്ടിക്കൊണ്ടുപോവാതെ നോർമലായി മരിച്ച ആ സഹാബിയെ എന്തിനു കൂട്ടിക്കൊണ്ടുപോയി എന്ന് ഇദ്ദേഹത്തിന് വലിയ കൗതുകമായി, അത്ഭുതമായി. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളായ സഹാബാക്കളോടൊക്കെ ഈ കാര്യം പറയുകയുണ്ടായി. സഹാബാക്കൾക്കിടയിൽ അത് വലിയൊരു ചർച്ചാ വിഷയമായി. ഒടുക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു വരുത്തു. പ്രവാചകൻ സ്വതസദ്യമായ തന്റെ പുഞ്ചിരിയോടുകൂടി ചോദിച്ചു, ആദ്യം സ്വർഗത്തിലേക്ക് കയറിപ്പോയ ആ മനുഷ്യൻ,
അയാൾ രക്തസാക്ഷിയായ മനുഷ്യൻ മരിച്ചതിന് ശേഷം 1 വർഷം കൂടി ഭൂമിയിൽ ജീവിച്ചില്ലേ? സഹാബാക്കൾ പറഞ്ഞു, അതേ യാ റസൂലുള്ളാഹി, ജീവിച്ചു. ആ രക്തസാക്ഷിയായ മനുഷ്യന് തന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരധിക റമദാൻ ആദ്യം മരിച്ച, സാധാരണഗതിയിൽ മരിച്ച ആ സഹാബിക്ക് കിട്ടിയില്ലേ? കിട്ടിയ റസൂലുള്ളാഹി. ആ രക്തസാക്ഷിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു റമദാനിൽ അധികമായി അമലുകൾ കൊണ്ട്, നമസ്കാരങ്ങൾ കൊണ്ട്, സദഖകൾ കൊണ്ട്, സക്കാത്തുകൾ കൊണ്ട്, ഇഅ്തികാഫുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, പാവങ്ങളെയും സാധുക്കളെയും സഹായിക്കൽ കൊണ്ട് ജീവിതം ധന്യമാക്കാനും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും ആ സാധാരണഗതിയിൽ മരിച്ച മനുഷ്യന് സാധിച്ചില്ലേ? അയാളെക്കാൾ 1 വർഷം കുറവ്, 1 റമദാൻ കുറവാണ് ആ രക്തസാക്ഷിക്ക് കിട്ടിയതിന്റെ പേരിലാണ് ആ ഒരധിക റമദാൻ ജീവിതത്തിൽ കിട്ടിയ സഹാബി സ്വർഗത്തിലേക്ക് ആദ്യമായി കയറിപ്പോയത്. ആകാശഭൂമികൾക്കിടയിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസമുണ്ട് ജീവിതത്തിൽ ഒരധിക റമദാൻ അധികം കിട്ടിയ മനുഷ്യനും രക്തസാക്ഷിയായി മരണപ്പെട്ട സഹാബിയും. നമ്മൾ ചിന്തിക്കണം. നബി തങ്ങളുടെ വാക്കൊന്നും കൂടി ഓർത്തു വെക്കണം. ആകാശഭൂമികൾക്കിടയിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസമുണ്ട് ജീവിതത്തിൽ അധികമായി ഒരു റമദാൻ കിട്ടിയ സഹാബി. അയാൾ ആകാശതുല്യനാണ്, അയാളെക്കാൾ ഭൂമിയോളം താഴെയാണ്, അയാളെക്കാൾ പ്രതിഫലത്തിൽ, അയാളെക്കാൾ ദറജയിൽ ഭൂമിയോളം താഴെയാണ് രക്തസാക്ഷിയായിക്കൊണ്ട് മരണപ്പെട്ട സഹാബി എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിന്റെ ഇടയിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ റമദാൻ അധികം കിട്ടിയിരിക്കുന്നു. സന്തോഷിക്കും. കാരണം ജീവിതത്തിൽ ആയുസ് നീട്ടിക്കിട്ടുക എന്നുള്ളത് നല്ല കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്, നന്മയാണ്, ഭാഗ്യമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും മുഅ്മിനീങ്ങളോട് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആഫിയത്തിന് വേണ്ടി, ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മരിക്കാൻ ദുആ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നില്ല. ലാ യതമന്ന അഹദും മിൻകും അൽ മൗത്ത്. എത്ര പ്രയാസമുള്ള രോഗമാണെങ്കിൽ പോലും കിടക്കപ്പായയിൽ കിടന്ന് സ്വന്തമായി എഴുന്നേറ്റ് ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള രോഗാവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ പോലും മരണപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. മറിച്ച് ആരോഗ്യം തിരിച്ചു കിട്ടണം, ആഫിയത്ത് കിട്ടണം, എന്നിട്ട് അള്ളാഹുവിന് അമൽ ചെയ്യാൻ സാധിക്കണം എന്ന് നിങ്ങൾ കൊതിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു മുഅ്മിനായ നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുന്നതിലൂടെ ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസാണ്. അതേസമയം പാപങ്ങളും തിന്മകളും എല്ലാം ചെയ്ത് തീർത്തൊരു മനുഷ്യനാണെങ്കിൽ പ്രായം കൂടുന്തോറും 60, 70, 80, 90, 100ലേക്ക് ഇങ്ങനെ അടുക്കുന്ന സമയത്ത് അയാൾക്ക് തന്നെ മാനസികമായിട്ടൊരു വിഷമം തോന്നും, ഒരു ദുഃഖം തോന്നും, മാറണം എന്ന് ചിന്തിക്കും, തൗബ ചെയ്ത് മടങ്ങും. അപ്പൊ ആയുസ് ദീർഘിച്ച് കിട്ടുക എന്നുള്ള ഒരു ഭാഗ്യമാണ്. ഒരു റമദാൻ അധികമായി കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണ്. റമദാൻ 24 ദിവസം മാത്രം അകലെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് അത് ചെയ്താൽ മതിയോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് വേണ്ടി ഒരുങ്ങായിരുന്നു. പണ്ട് കാലങ്ങളിൽ നമ്മളെ നാട്ടിലൊക്കെ റമദാനൊക്കെ ആകുമ്പോൾ അടിച്ചു തെളിക്കുക എന്നൊരു പരിപാടി ഉണ്ട്. ഞങ്ങൾ കോഴിക്കോടൊക്കെ അങ്ങനെയാണ് അടിച്ചു തെളിക്കുക. വീട്ടിൽ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉമ്മമാരെടുക്കും, ഏറ്റവും അരച്ച് കകും, പുര മൊത്തം വൃത്തിയാക്കും, എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കും, എല്ലാ ഭാഗങ്ങളും ക്ലീനാക്കും. സാധാരണഗതി നമ്മുടെ നാട്ടിലൊരു വിവാഹമൊക്കെ നടക്കുന്ന വീടാണെങ്കിൽ വീട് മൊത്തം പെയിന്റ് അടിക്കും, എല്ലാം കളറാക്കും, ഭംഗിയാക്കും, പുതിയ കർട്ടൻ വാങ്ങിയിടും. അങ്ങനെ എല്ലാത്തിനും വേണ്ടി ഒരു ഒരുങ്ങുന്ന രീതി നമുക്കുണ്ട്. എന്തിനു പറയുന്നു, ഗൾഫിൽ പോയ ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ആ അക്കാക്ക നാളെ വരുന്നുണ്ട് എന്ന് കണക്കാക്കി നമ്മളൊന്ന് ഒരുങ്ങും. ഇതുപോലെ റമദാൻ ആഗതമാകുമ്പോൾ നമ്മളൊന്ന് ഒരുങ്ങണ്ടേ. ഒരുങ്ങുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ്? സാധാരണഗതി നമ്മൾ ഓട്ടം മത്സരം സംഘടിപ്പിക്കാറുണ്ട്. ഓട്ടം മത്സരം സംഘടിപ്പിക്കുന്ന സമയത്ത് ഓടാൻ പോകുന്ന ആളുകൾ അവിടെ കസേരയിൽ ഇരിക്കാറില്ല. ഓടാൻ വേണ്ടി മത്സരിക്കുന്ന മത്സരാർത്ഥികൾ അവർ നിൽക്കുകയല്ല അവർ ചെയ്യുക, മറിച്ച് ഓടാൻ വേണ്ടി കുതിച്ചുകൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് തല ഉയർത്തിയിട്ട് നിൽക്കും, മുട്ടുകുത്തി നിൽക്കും, കൈ രണ്ടും നിലത്ത് കുത്തിവെക്കും. വെടിവെച്ച് കേൾക്കുമ്പോൾ ശ്രീകവേദത്തിൽ സ്പീഡിൽ മുന്നോട്ട് കുതിക്കാൻ വേണ്ടി ആ ഒരു ആംഗിളിലാണ് ഓട്ട മത്സരത്തിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥി നിൽക്കാറുള്ളത്. കാർ റേസിംഗിലും അങ്ങനെയാണ്, ബൈക്ക് റേസിംഗിലും അങ്ങനെയാണ്. കാർ റേസിംഗിലും ബൈക്ക് റേസിംഗിലും ഒക്കെ വെടിയൊച്ച ആരംഭിക്കുന്നതിന് മുമ്പ്, സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് ആക്സിലേറ്റർ ഇങ്ങനെ മുരടിക്കൊണ്ടേയിരിക്കും. അത് നമ്മളൊന്ന് റെഡി ആവുകയാണ്. ഇതുപോലെ റമദാൻ ആഗതമാവുന്നതിന് മുന്നോടിയായിട്ട് നമ്മളൊന്ന് ഒരുങ്ങണം. കൊതിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യാനുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി തയ്യാറായി നിൽക്കണം.
ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ ഇങ്ങനെ നോമ്പ് നോറ്റുകൊണ്ടേയിരിക്കും. അങ്ങനെ റമളാനിൽ നോമ്പുകാരനായിക്കൊണ്ട് റമളാനിലേക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുമായിരുന്നു. അത് റമളാന് വേണ്ടിയുള്ള ഒരു ഒരുങ്ങലാവായിരുന്നു, ഒരു തയ്യാറാവലായിരുന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടിയുടെ പോസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ സന്തോഷം ഉണ്ടായി. കാരണം റമളാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി 24 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തയ്യാറായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അമലുകൾ കൊണ്ട് സജീവമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആഖിറത്തിൽ, നമ്മുടെ ഖബറിൽ, നമ്മുടെ മീസാനുൽ ഹസനാത്തിൽ, നമ്മുടെ കിതാബിൽ എല്ലാം നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കുന്ന റമളാനായി 2026 ക്രിസ്താബ്ദ വർഷത്തിലെ 1447 ഹിജറ വർഷത്തിലെ ഈ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് ഈ പോസ്റ്ററും പരിപാടിയൊക്കെ കണ്ട സമയത്ത് എനിക്ക് മാനസികമായിട്ട് മനസ്സിൽ ഒരു വിഷമമുണ്ടായി. വിഷമുണ്ടായതൊരു ചിന്തയാണ്. ഞാൻ ചിന്തിച്ചു പോയത്, പലപ്പോഴും നമ്മുടെ ഇത്തരം സദസ്സുകളും പരിപാടികളൊക്കെ ഒരു കേവലമായിട്ടുള്ള മാമൂലായി മാറുന്നുണ്ടോ എന്നൊരു ചിന്ത. റമളാൻ വരുന്നു, നമ്മൾ അഹല റമളാൻ എന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നു, നമ്മൾ പ്രഭാഷണം പറയുന്നു, പ്രസംഗിക്കുന്നു, പിരിയുന്നു. അത് നമ്മുടെ ഒന്നും ജീവിതത്തിൽ വ്യക്തിപരമായോ നമ്മുടെ അമലുകളിലോ നമ്മുടെ തഖ്വയിലോ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ സദസ്സുകൾ കൊണ്ട് എന്താണ് ഉപകാരമുള്ളത്? വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസവും നമ്മൾ വെള്ളിയാഴ്ചകളിൽ നമ്മൾ എല്ലാ ജുമാക്കൾക്ക് വേണ്ടി പങ്കെടുക്കുന്നു. ജുമാകൾ കൊണ്ടുള്ള ലക്ഷ്യം മുഅ്മിനീങ്ങളുടെ ഖതീബിന്റെ കേൾക്കുന്ന ശ്രോതാക്കളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി, പേടി ഉണ്ടാവലാണ്, ഖൗഫ് ഉണ്ടാവലാണ്, പേടി ഉണ്ടാവലാണ്, അമൽ സ്വാലിഹാത്ത് ഉണ്ടാവലാണ്, നമ്മളെ സ്വഭാവങ്ങൾ മാറലാണ്, റബ്ബിലേക്ക് മടങ്ങലാണ്, ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് ഉണ്ടാവലാണ്. ഇത്തരം ചേഞ്ചിങ്ങുകളും അമലുകളൊന്നും അധികരിപ്പിക്കാതെ കേവലമായിട്ടൊരു മാമൂലായിട്ട് നമ്മുടെ ഇത്തരം പരിപാടികളൊക്കെ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ ആലോചനയും ടെൻഷനൊക്കെ അധികരിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന ഒരു കിതാബ് പഠിപ്പിക്കുകയായിരുന്നു. 7ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാ, ഷാഫി മദ്ഹബിലെ ഏറ്റവും അഗ്രഗണ്യനായ പണ്ഡിതനാണ്. സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിന് വിവരണം, അതിന്റെ ശർഹ് എഴുതിയ പണ്ഡിതനാണ് ഇമാം നവവി റഹ്മഹുല്ലാ. അദ്ദേഹം എഴുതിയ കിതാബാണ് റിയാദുസ് സ്വാലിഹീൻ. 2000ഓളം ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലെ ഏറ്റവും അവസാനത്തെ ബാബുകളിലേക്ക് എത്തിയ സമയത്ത് ഒരു ഹദീസ് വായിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഖ്ബലു സ്വാലിഹൂന അസ്ലാഫൻ വയഫ്ന സ്വാലിഹൂന അൽ അവ്വല ഫൽ അവ്വൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ അവന്റെ ഏറ്റവും നല്ല അടിയാറുകളെ, അടിമകളെ ഇങ്ങനെ മരിപ്പിക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആദ്യം മരിച്ചു പോകും. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളൊക്കെ ആദ്യകാലത്ത് ഇങ്ങനെ ജീവിച്ച് തീരും. സഹാബികളെ പോലെ, താബിയങ്ങളെ പോലെ, തബോത്താബികളെ പോലെ, മഹാന്മാരായ അയിമ്മത്തുകളെ പോലെ, മുഅ്മിനീങ്ങളെ പോലെ, മുഅ്മിനാത്തുകളെ പോലെ നല്ല നല്ല മനുഷ്യരെല്ലാം മരിച്ച് മണ്ണടങ്ങിപ്പോയി. ഒരു പക്ഷേ നമ്മുടെ ഉപ്പാപ്പമാരായിരിക്കും, നമ്മുടെ ഉമ്മാമ്മമാരായിരിക്കും, പലപ്പോഴും നമ്മുടെ ഉപ്പാപ്പമാരുടെ ജീവിതത്തിലെ അമലുകളെയൊക്കെ അസൂയോടുകൂടി, അത്ഭുതത്തോടുകൂടി മാത്രമേ നമുക്ക് ഓർത്തു വെക്കാൻ സാധിക്കൂ. എന്റെ പ്രിയപ്പെട്ട പിതാമഹൻ ഉപ്പാപ്പ, അദ്ദേഹം രോഗശയ്യയിലായിരുന്നപ്പോലും തറാവീഹ് നമസ്കാരം 20 റക്അത്തുകൾ നിന്ന് നമസ്കരിച്ചത് കുട്ടിക്കാലത്ത് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. നടക്കാൻ പോലും സാധിക്കാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് കൗതുകത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. നബിതങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. സാലിഹ്യങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ആദ്യം ജീവിക്കുകയും അവരൊക്കെ ഇങ്ങനെ ആദ്യം മരിച്ചു പോവുകയും ചെയ്യും. പിന്നെ ബാക്കിയാവുക ഈത്തപ്പയത്തിന്റെയും ഗോതമ്പിന്റെയും ബാർലിയുടെ ഒക്കെ ചണ്ടി ഉണ്ടാവൂലേ? ഈത്തപ്പയം ജ്യൂസ് അടിച്ചിട്ടുണ്ട് ബാക്കിയാവുന്ന ചണ്ടി ഉണ്ടാവൂലേ? ഗോതമ്പ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയാവുന്ന ഉമി ഉണ്ടാവൂലേ? ഇങ്ങനെയുള്ള ഉമികൾക്ക് തുല്യമായിട്ടുള്ള, ചണ്ടികൾക്ക് തുല്യമായിട്ടുള്ള മനുഷ്യർ പിന്നെ ബാക്കിയാകും. ലാ യുബാലിഹിമുല്ലാഹു ബാലതൻ. ആ പദമാണ് ആ പ്രവാചകന്റെ ഹദീസിൽ ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്ന പദം. ലാ യുബാലിഹിമുല്ലാഹു ബാലതൻ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഒരു വിലയും കണക്കാക്കൂല, അള്ളാഹു അവരെ പരിഗണിക്കൂല, അള്ളാഹു അവരുടെ കാര്യം ഗൗരവത്തിലെടുക്കൂല. അവരാരാണ്? അവർ നമ്മളാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ പ്രഭാഷണം പറയുന്നു, വാള് പറയുന്നു, ഖുതുബ പറയുന്നു, ക്ലാസ് എടുക്കുന്നു, ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, ഖുതുബക്ക് പങ്കെടുക്കുന്നു, എല്ലാ പരിപാടികളും നമ്മളുണ്ട്. പക്ഷെ ഇത്തരം സദസ്സുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, നമുക്ക് അമൽ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, പിന്നെ എപ്പോഴാണ് ജീവിതത്തിൽ ഏത് മൂമെന്റിലാണ് നമ്മളൊന്ന് മാറി ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുക? നമ്മൾ അഡിക്റ്റായി പോയിരിക്കുന്ന ഒരു അഡിക്ഷനിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പുറത്തു കിടക്കുക?
നമ്മൾ അഡിക്റ്റായി കിടക്കുന്ന പല അഡിക്ഷനുകളും ഉണ്ടല്ലോ, മാറ്റാൻ പറ്റാത്ത സ്വഭാവങ്ങൾ. അതെപ്പോഴാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക? അവസാനം സക്രാത്തിന്റെ മൂമെന്റിലാണോ? തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞൊരു ശബ്ദം വരും. ആ ശബ്ദം വരുന്ന സമയത്താണോ? ഫിർഔന്റെ മരണത്തെക്കുറിച്ച് സൂറത്തുൽ യൂനുസ് പറയുന്നുണ്ട്. ഫിർഔൻ മൂസ അലൈഹിസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളെ പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവസാന മൂമെന്റ് വരെ ഞാനാണ് ഈ റബ്ബ് എന്ന് പറഞ്ഞാണ് ഫിർഔൻ, അഹങ്കാരിയായ ഫിർഔൻ, അവിശ്വാസിയായ ഫിർഔൻ, എല്ലാ അധാർമികതയുടെ നേതായ ഫിർഔൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. ആ ചെങ്കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ചെങ്കടലിൽ മുങ്ങിത്തായുന്ന സമയത്ത് ഫിർഔൻ പറയും, ബനൂ ഇസ്രായേലുകാർ വിശ്വസിച്ച, മൂസ അലൈഹിസ്സലാം വിശ്വസിച്ച, മൂസ ക്ഷണിച്ച റബ്ബിൽ ഞാനിത് വിശ്വസിക്കുകയാണ്. വാനമിനൽ മുസ്ലിമീൻ, ഞാനും റബ്ബിന് വഴങ്ങുകയാണ്, ഞാനും റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് ചെങ്കടലിൽ മുങ്ങിത്തായുന്ന സമയത്ത് ആ ഫിർഔൻ ഇങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ ഫിർഔനോട് ചോദിക്കും, വഖദ് അസൈത മിൻ ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ, വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ ഫിർഔനെ, ഇപ്പോഴാണോ നിനക്ക് നന്നാവാൻ തോന്നിയത്? ഇപ്പോഴാണോ ജീവിതത്തിൽ ഒന്ന് മാറ്റം ഉണ്ടാവണം തോന്നിയത്? ഇപ്പോഴാണോ വിശ്വസിക്കണമെന്ന് തോന്നിയത്? വകുൻത മിനൽ മുഫ്സിദീൻ, ജീവിതത്തിന്റെ ഇതുവരെയുള്ള എല്ലാ പ്രായവും നീ നിന്റെ തോന്നിവാസത്തിന് വേണ്ടി, നിന്റെ ആഭാസത്തിന് വേണ്ടി, നിന്റെ വൃത്തികേടുകൾക്ക് വേണ്ടി, നിന്റെ ഹറാമുകൾക്ക് വേണ്ടി നീ ചെലവഴിച്ചു. ഒടുക്കം മരണപ്പെടുന്ന ഈ മൂമെന്റിലാണോ നീ നന്നാവെന്ന് പറയുന്നത്? ആ ഒരു അവസ്ഥ നമുക്കും വരുമെന്ന് നമ്മൾ പേടിക്കണം. മരണപ്പെടുന്ന ഒരു മൂമെന്റിലാണോ നമ്മൾ നന്നാവേണ്ടത്? ഇത്രയും റമദാൻ ജീവിതത്തിൽ കിട്ടിയിട്ടും ജീവിതത്തിൽ പറയപ്പെടാൻ പറ്റാത്ത അമലുകളൊന്നും ചെയ്യാത്ത നമ്മൾ ഇനി മരിക്കാൻ കിടക്കുന്ന സമയത്താണോ നന്നാവുക? അപ്പോഴാണോ അമല് ചെയ്യുക? ഫലാ യസ്തതിഊന തൗസിയത വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, ഫലാ യസ്തതിഊന തൗസിയത വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. സാധാരണഗതിയിൽ മരണപ്പെട്ട വീടുകളിൽ നമ്മൾ പാരായണം ചെയ്യപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ യാസീൻ. കഴിഞ്ഞ ദിവസം ഒരു മരണപ്പെട്ട വീട്ടിൽ പങ്കെടുത്തു. അവിടെ യാസീൻ പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു. യാസീൻ പാരായണം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ ആയത്ത് എത്തിയപ്പോൾ ആ ആയത്തിന്റെ അർത്ഥത്തെ കുറിച്ച് ചിന്തിച്ചു. ഫലാ യസ്തതിഊന തൗസിയത വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. മരണമാസന്നമാകുന്ന സമയത്ത് ഒരു മുഅ്മിന് അവന് വസിയത്ത് ചെയ്യാൻ പോലും ടൈം കിട്ടൂല. ഇന്ന പറമ്പ് ഇയാൾക്ക് കൊടുക്കണം, ഇന്ന സ്ഥലം ഇയാൾക്ക് കൊടുക്കണം, ഇത്ര പൈസ ഇയാൾക്ക് കൊടുക്കണം എന്ന് പറയാൻ പോലും സമയം കിട്ടാതെ മനുഷ്യൻ മടങ്ങുന്ന ഒരു മൂമെന്റ്. അവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ പിന്നെ അവന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റൂല, പിന്നെ അവന്റെ പഴയ ലൈഫിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റൂല. ഇപ്പോഴാണോ നന്നാവാൻ തീരുമാനിക്കുന്നത്? അതുകൊണ്ട് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്ന റമദാനായി മാറണം. അടിസ്ഥാനപരമായ മാറ്റം, ഒരു പുറംപൂച്ചല്ല, ഒരാവേശം മാത്രമല്ല, അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാവണം. സാധാരണഗതിയിൽ ഒരു വീടിന്റെ ഏറ്റവും ശക്തിയുള്ള ഭാഗം തറയാണ്. നമുക്കും ബലപ്പെടേണ്ടത് നമ്മുടെ തറയാണ്. എന്താണ് തറ? അത് അല്ലാഹുവിലുള്ള ഈമാനാണ്. ആഖിറത്തിലുള്ള വിജയമാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ള മനസ്സിന്റെ ഉറപ്പാണ്. ആ ഈമാനും ആ ഉറപ്പും കിട്ടാത്ത കാലത്തോളം നമ്മുടെ എല്ലാ അധ്വാനങ്ങളും പാഴായതാണ്. എങ്ങനെയാണ് നമുക്ക് ഈമാൻ ഉണ്ടെന്ന് മനസ്സിലാകുക? നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, ഈമാൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാൻ അവരുടെ നാവിന്റെ തുമ്പിൽ അതിന്റെ രുചി അനുഭവിക്കാൻ സാധിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈമാനുള്ള ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അവർക്ക് അവരുടെ ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ പറ്റും, ഈമാൻ അവർക്ക് ആനന്ദിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസത്തു മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈമാന്റെ മാധുര്യം അനുഭവപ്പെടും, ഈമാന്റെ ടേസ്റ്റ്, ഈമാന്റെ രസം. ആ 3 കാര്യങ്ങൾ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഭൂമിയിലുള്ള സകലതിനേക്കാൾ, എല്ലാത്തിനേക്കാൾ, ഭൂമിയിലുള്ള ലാവിഷ് ലൈഫ്, ഹറാമായ ജീവിതം, അവിഹിതമായ ജീവിതം, ഡ്രഗുകള്, അഡിക്ഷനുകള്, ലഹരികള്, എല്ലാത്തതിനേക്കാളും അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് പ്രിയപ്പെട്ടതായി മാറിയാൽ നമുക്ക് ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് നമ്മൾ വലിയ കടത്തിൽപ്പെട്ടു. ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ലോൺ എടുക്കണമെന്ന് നമുക്ക് തോന്നി.
ലോൺ എടുക്കാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. പലിശ ഇടപാടുമായി ബന്ധപ്പെടാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല. അതായത് നമ്മളൊരു വീടുണ്ടാക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ തുടങ്ങി, അതിന്റെ പണി പൂർത്തിയാവണമെങ്കിൽ ഒരു 10 ലക്ഷം കൂടി വേണം. ആ 10 ലക്ഷം എങ്ങനെയെങ്കിലും ഒന്ന് ലോൺ എടുക്കണം. അതല്ലാതെ ഒരു വയ്യുമില്ല എന്നൊരു ഘട്ടത്തിൽ മുമ്പിൽ പെടുക എന്ന് വിചാരിക്കുക. ആ സമയത്ത് അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, ആ പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞത് മതി എനിക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാവിന്റെ തുമ്പത്തും ഹൃദയത്തിലും അനുഭവപ്പെടുന്ന ഒരു മാധുര്യമുണ്ട്. അതാണ് ഈമാനിന്റെ മാധുര്യം. ഹറാമായ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ എല്ലാ സൗകര്യമുള്ള ഒരു സാഹചര്യം, ഒരു സ്ഥലം ആരും അറിയൂല, ആരും കേൾക്കൂല. അത്തരം ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു മൂവ്മെന്റിൽ അള്ളാഹുവും അവന്റെ റസൂലും ഹറാമാക്കിയതാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാൻ നമുക്ക് സാധിച്ചാൽ, ഫോൺ കട്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ, വാട്സപ്പ് കോണ്ടാക്ട് നമുക്ക് ബ്ലോക്ക് ആക്കാൻ സാധിച്ചാൽ, അപ്പൊ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന, നാവിൻ തുമ്പത്ത് അനുഭവപ്പെടുന്ന ഒരു മാധുര്യമുണ്ട്. അതിന്റെ മാധുര്യത്തിന്റെ പേരാണ് ഈമാനിന്റെ മാധുര്യം. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിലെ ധനാഢ്യനായ മനുഷ്യനാണ്. സാധാരണഗതി നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം സെലിബ്രിറ്റികൾ എന്ന് പറയാറുണ്ട്. നല്ല പണമുണ്ട്. അത്തരത്തിൽ മക്കയിലെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി ആയിരുന്നു അദ്ദേഹം. മക്കയിൽ ഏറ്റവും കുലീനമായ കുടുംബത്തിൽ പിറന്ന ആള്. സമ്പത്ത് കുന്നോളം ഉണ്ട്. അന്നത്തെ കാലത്ത് യമനിൽ നിന്നും സിറിയയിൽ നിന്നും വരുന്ന ഏറ്റവും മേത്തരം വസ്ത്രങ്ങളും ചെരുപ്പുകളും അണിഞ്ഞിരുന്നത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഏറ്റവും മണമുള്ള അത്തർ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. ബ്രാൻഡ് സെറ്റിംഗ് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്ത് ആരംഭിച്ച സമയത്ത് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അദ്ദേഹത്തെ മൃഗീയമായി പീഡിപ്പിച്ചു. വീട്ടിൽ നിന്ന് പുറത്താക്കി. ഉമ്മയുമായിട്ട് വലിയ ബന്ധമുള്ള സഹാബിയായിരുന്നു. ഉമ്മ അടിച്ചു, ഇടിച്ചു, ശകാരിച്ചു, പ്രലോഭിച്ചു, സ്നേഹത്തെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി ഞാൻ സ്വീകരിച്ച ഈ ദീനിനെ ഞാൻ മരിച്ചാലും കൈവിടൂല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി വന്നത് ധനാഢ്യത്തിൽ നിന്നാണ്, സമ്പന്നതയുള്ള ജീവിതത്തിൽ നിന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചു. മദീന എന്ന് പറയുന്ന ഇന്ന് നമ്മൾ ഉംറക്ക് പോകുന്ന നാടില്ലേ, ആ നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിന് മുമ്പ് തന്നെ, ഒരു വർഷം മുമ്പ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിൻ ഉമൈറിനെ പറഞ്ഞയച്ചു ആ മദീനത്തെ ആൾക്കാർക്ക് ഇസ്ലാമിനെയും ദീനിനെയും ഖുർആനെ പഠിപ്പിക്കാൻ. ഇന്ന് മദീനയിൽ മുസ്ലിമീങ്ങളായിട്ടുള്ള അൻസാരികളായ മദീനക്കാർ കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് മുസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യന്റെ കൈകളിലൂടെയായിരുന്നു. വളരെ അല്പം കാലം മാത്രമാണ് അദ്ദേഹം ഇസ്ലാമിൽ ജീവിച്ചത്. ഹിജ്റ 3-ാം വർഷം ഉഹുദിന്റെ രണാങ്കണത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് ഉഹുദിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയ ഖബർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ ധനാഢ്യനായ മനുഷ്യൻ, കോടീശ്വരനായ മനുഷ്യൻ. ഒടുക്കം തന്റെ എല്ലാ ജീവിത പ്രയാസത്തിൽ കൂടിയാണ് അവർ ജീവിച്ചത്. കാരണം ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കുടുംബം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഒടുക്കം ഉഹുദിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിക സൈന്യത്തിന്റെ കൊടി അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അന്ന് ഷഹീദായി മരണപ്പെടുന്ന സമയത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇരു കൈകളും ഇരു കാലുകളും ഛേദിക്കപ്പെട്ടിരുന്നു എന്ന് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ കൊടി താഴെ വീഴാതിരിക്കാൻ വേണ്ടി തന്റെ നെഞ്ചിൽ ആ കൊടി അമർത്തിപ്പിടിച്ചുകൊണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ മരണമടങ്ങിയ മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കബറടക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് മതിയായ കഫൻ തുണി കിട്ടിയില്ല. കഫൻ തുണി ഇല്ലാത്ത കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. കാരണം അന്ന് സഹാബാക്കളും മുസ്ലിമീങ്ങൾ എല്ലാവരും അതിദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ദിനരാത്രികളായിരുന്നു. കാരണം സ്വന്തമായ എല്ലാം മക്കത്ത് ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്ത് വന്ന ഉടനെയുള്ള 3-ാമത്തെ വർഷത്തിലാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ള തുണി ഉപയോഗിച്ചുകൊണ്ട് തല മുതൽ മുട്ട് വരെ നിങ്ങൾ മറക്കുക. ബാക്കി ഈ ഉഹുദ് പർവ്വതത്തിന്റെ മുകളിൽ വളർന്നു പൊന്തിയ ഇദ്ഖർ എന്ന് പറയുന്ന പുല്ലില്ലേ, ആ പുല്ല് ഉപയോഗിച്ചുകൊണ്ട് എന്റെ മുസ്അബിന്റെ കാലിനെ നിങ്ങൾ മറക്കുക. പൂർണ്ണമായ ഒരു കഫൻ തുണി ഇല്ലാത്തതിന്റെ പേരിൽ മുട്ടുഭാഗം വരെ കഫൻ തുണിയിൽ പൊതിഞ്ഞ് ബാക്കി ഭാഗം ഇദ്ഖർ പുല്ലിൽ പൊതിഞ്ഞുകൊണ്ട് കബറിലേക്ക് ഇറക്കി വെച്ച ആ മനുഷ്യൻ, അദ്ദേഹം മരണപ്പെടുന്നത് നമ്മൾ വിചാരിക്കും വലിയ പ്രയാസത്തിൽ, ദാരിദ്ര്യത്തിൽ, കഷ്ടപ്പാടിൽ അദ്ദേഹം ജീവിച്ചു. കഷ്ടപ്പാട് കൂടി അദ്ദേഹം മരിച്ചു. അദ്ദേഹം ലൈഫിൽ തോറ്റു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി അദ്ദേഹം ലൈഫിൽ വിജയിച്ചു. ആഖിറത്തിൽ വിജയം അദ്ദേഹത്തിന് കിട്ടി. ഇന്ന് ഉഹുദിൽ പോയി നിൽക്കുന്ന ആളുകൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് കൗതുകത്തോടു കൂടി നോക്കും.
നമ്മൾ നമ്മുടെ മക്കൾക്ക് മുസ്അബ് എന്ന് പേരിടും. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു സഹാബിയുടെ പേര് ആലോചിച്ചുകൊണ്ടാണെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ച വിജയം എത്ര വലുതായിരുന്നു. അത് അള്ളാഹുവും അവന്റെ റസൂലും മറ്റുള്ള എല്ലാത്തതിനേക്കാൾ അവർക്ക് പ്രിയങ്കരായ സമയത്താണ്. സമ്പത്തിനേക്കാൾ, കുടുംബത്തിനേക്കാൾ, കുടുംബത്തിന്റെ താല്പര്യങ്ങളെക്കാൾ, ആളുകളുടെ കളിയാക്കലുകളെക്കാൾ, ആളുകളുടെ പരിഹാസങ്ങളെക്കാൾ അള്ളാഹു അവന്റെ റസൂലും അവർക്ക് പ്രിയപ്പെട്ടതായി. അങ്ങനെ അവർ മരണപ്പെട്ടു. സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തി. അവർക്ക് ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിൽ അനുഭവപ്പെട്ടു, നാവിൽ അനുഭവപ്പെട്ടു. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ മാധുര്യം അനുഭവപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യം അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ പേരിൽ മാത്രം ഇഷ്ടപ്പെടുക. അള്ളാഹുവിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുക എന്ന് പറയാം. ഇപ്പൊ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്നവരാണ്. കോഴിക്കോട്ടുകാരനായ ഒരു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. നമ്മളെല്ലാവരും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. ഈ സദസ്സിലേക്ക് നമ്മളെ വിളിച്ച ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാഹിബ് അള്ളാഹുവിന്റെ പേരിലാണ് എന്നെ വിളിച്ചത്. നിങ്ങളെല്ലാവരെയും ഇതിന്റെ സംഘാടകർ ക്ഷണിച്ചത് അള്ളാഹുവിന്റെ പേരിലാണ്. ഈ ബന്ധം റബ്ബിന്റെ പേരിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാറാകട്ടെ. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധങ്ങൾ അള്ളാഹുവിന്റെ പേരിലുള്ള ബന്ധങ്ങളാവണം. വെറുപ്പും വിദ്വേഷം മാറണം. കുടുംബങ്ങളിലുള്ള അസ്വാരസ്യങ്ങൾ സ്റ്റോപ്പാക്കണം. വീടകങ്ങളിലുള്ള പ്രയാസങ്ങളും ദേഷ്യങ്ങളും വെറുപ്പുകളും സ്റ്റോപ്പാക്കണം. ഏതുവരെയാണ് നമ്മൾ ഇങ്ങനെ വെറുപ്പ് വെച്ച് ജീവിക്കുക? ഈ പകയും കൊണ്ട് മരണക്കിടക്ക് വരെയാണോ ജീവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു അനുഭവം. 3 മക്കളുള്ള ഒരു ഭർത്താവും ഭാര്യയും, 3 മക്കളുള്ള ഭർത്താവും ഭാര്യയും 8 വർഷക്കാലമായി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. 8 വർഷക്കാലം പരസ്പരം ദേഷ്യമുണ്ട്, പരസ്പരം വെറുപ്പുണ്ട്. ഭാര്യക്ക് ഭർത്താവിന് ഇഷ്ടമില്ല, ഭർത്താവിന് ഭാര്യക്ക് ഇഷ്ടമില്ല. രണ്ടുപേരും താമസിക്കുന്ന ഒരേ വീട്ടിലാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മക്കളിൽ കൂടിയാണ് സംസാരിക്കുന്നത്. രണ്ടുപേരും അവരുടെ വിദ്വേഷത്തോടു കൂടി, ദേഷ്യത്തോടു കൂടി ജീവിച്ചു, പകയോടുകൂടി ജീവിച്ചു. ഒടുക്കം ഒരു സുപ്രഭാതത്തിൽ, ഒരു സുബഹിയുടെ സമയത്ത് ആ രണ്ടുപേരിൽ ഉപ്പങ്ങ് മരണപ്പെട്ടു. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള, അത്രയൊന്നും പ്രായമില്ലാത്ത, പറയാൻ പറ്റുന്ന അസുഖങ്ങളൊന്നുമില്ലാത്ത മനുഷ്യൻ പെട്ടെന്നങ്ങ് മരണപ്പെട്ടു. സ്വിച്ചിട്ടതുപോലെ അങ്ങ് മരണപ്പെട്ടു. ആ സമയത്ത് ആ സ്ത്രീ അന്താളിച്ചു പോയി. ഇനി ആരോടെ പക വീട്ടുക? ഇനി ആരോടെ ഈ ദേഷ്യം കാണിക്കുക? ഇത്രയും 8 വർഷക്കാലം എനിക്ക് ദേഷ്യം കാണിക്കാൻ, എനിക്ക് വെറുപ്പ് കാണിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇനി മരിച്ചു കിടക്കുന്ന ഈ മയ്യത്തിനോട് വെറുപ്പ് കാണിക്കാൻ പറ്റുമോ? ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് ദേഷ്യം കാണിക്കാൻ സാധിക്കുമോ? നമ്മുടെ ദേഷ്യവും വെറുപ്പും, കുടുംബത്തിലെ ദേഷ്യവും വിഹ്വലതയും കലഹങ്ങളൊക്കെ മരണം വരെ ഉള്ളൂ. മരണത്തോടു കൂടി സ്റ്റോപ്പാവും. അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ലില്ലാഹ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈമാന്റെ മാധുര്യം അനുഭവപ്പെടാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, പ്രവാചകന്മാർക്ക് ശേഷം സ്വർഗത്തിലേക്ക് കടന്നു പോയിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ സ്നേഹം, ആ ബന്ധം ഊഷ്മളമായത് റബ്ബിന്റെ പേരിലുള്ള സ്നേഹവും മഹബത്തായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്നും അസൂയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. അങ്ങനെ എപ്പോഴും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിജയിക്കുക അബൂബക്കർ തന്നെ. എല്ലാ നന്മകളിലും അബൂബക്കർ മുൻകടക്കുന്നു. എനിക്കൊരിക്കലും നന്മകൾ മുൻകടക്കാൻ സാധിക്കുന്നില്ല. നമ്മളങ്ങനെ സമ്പത്തിന്റെ പേര് നമുക്ക് പലരോടും അസൂയ ഉണ്ടാവും, അല്ലെങ്കിൽ ജോലിയുടെ പേര് നമുക്ക് പലരോടും അസൂയ ഉണ്ടാവും, ദുനിയാവിന്റെ പേര് നമുക്ക് അസൂയ ഉണ്ട്. പക്ഷെ ഉമറിന് അബൂബക്കറിനോട് അസൂയ. എന്താ അസൂയക്ക് കാരണം? എന്നേക്കാൾ അമൽ അബൂബക്കർ ചെയ്യുന്നു. അതാണ് ഉമറിന്റെ അസൂയയുടെ കാരണം. ഖൈബർ യുദ്ധ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾ സദക്ക ചെയ്യാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് പോവുകയാണ്, യുദ്ധത്തിന് വേണ്ടി ഭക്ഷണങ്ങൾ ആവശ്യമുണ്ട്, മറ്റു പലതും ആവശ്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് സാധിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയിട്ട് അദ്ദേഹം കുടുംബക്കാരോടൊക്കെ പറഞ്ഞു, ഇത്രയും കാലം എല്ലാ സദക്കകളും എല്ലാം വിജയിച്ചത് അബൂബക്കറാണ്, ഇത്തവണ എനിക്ക് വിജയിക്കണം. വീട്ടിൽ പോയ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലുണ്ടായിരുന്ന സ്വത്തുക്കളുടെ പകുതി സ്വത്തും കയ്യിൽ ശേഖരിച്ചു. എല്ലാത്തിന്റെ പകുതി, ദീനാറിന്റെ പകുതി, ദിർഹമിന്റെ പകുതി, വെള്ളിയുടെ പകുതി, സ്വർണത്തിന്റെ പകുതി, ആ പകുതികളെല്ലാം സ്വരുക്കൂട്ടി പള്ളിയിലേക്ക് വന്നു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അല്പം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ആ ഹദീസിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഈ ഹദീസ് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് തന്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം പറയുന്നത്. അൽയൗമു അസ്ബഖു അബൂബക്കർ, ഇന്നത്തെ ദിവസം അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും, ഇന്നത്തെ ദിവസം ഞാൻ ജയിച്ചു. അൽഹംദുലില്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു വന്നു. സഹാബാക്കളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന കുറെ സാധനങ്ങൾ കണ്ടു. അബൂബക്കറിന്റെ കയ്യിൽ അല്പം തുച്ഛം സാധനങ്ങൾ മാത്രമേ ഉള്ളൂ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, ഉമർ മാദാ അബ്ഖൈത ലി അഹ്ലി, ഉമറെ നീ എന്താണ് വീട്ടിൽ ബാക്കി വെച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അബ്ഖൈതു നിസ്, വീട്ടുകാർക്ക് വേണ്ടി എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നിബിധങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി സദക്കയായിക്കൊണ്ട് എൻ്റെ പകുതി സ്വത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കറെ മാദാ അബ്ഖൈത ലി അഹ്ലിക്, അബൂബക്കറെ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി എന്താണ് നീ ബാക്കി വെച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ വീട്ടിലുള്ള മുഴുവൻ എടുത്തിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്തിട്ടാണ് വരുന്നത്. അതിൽ ഭാര്യയ്ക്ക് പരാതി ഉണ്ടാവില്ല. കാരണം ആ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ്, അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. മക്കൾക്ക് പരാതി ഉണ്ടാവില്ല. കാരണം പെൺമക്കളും ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹദികളായ സഹാബികളും സഹാബി വര്യന്മാരാണ്. അബൂബക്കർ പറഞ്ഞു, വീട്ടിലുള്ളത് മുഴുവൻ എടുത്തിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഉമർ പറഞ്ഞു, വല്ലാഹി വല്ലാഹി അബൂബക്കറിനെ നന്മയിൽ തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കൂല. ആ അബൂബക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തായിരുന്നു, ഏറ്റവും അടുത്ത സുഹൃത്ത്. നമ്മുടെ സൗഹൃദം, നമ്മുടെ ചങ്ങാതിമാർ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കണക്ഷനുകൾ, ദീനിന്റെ പേരിലുള്ള പരസ്പരം കണക്ഷനുകളും ബന്ധങ്ങളുമായി മാറണം. മൂന്നാമതായി ഈമാനിന്റെ മാധുര്യം അനുഭവപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കുഫ്റിലേക്ക് മടങ്ങുന്നത് വെറുക്കുക. കമാ യക്റഹു അൻ യുൽഖിയ ഫിന്നാർ, നരകത്തിൽ ഇടപെടുന്നത് എത്രത്തോളം, തീയിൽ ഇടപെടുന്നത് എത്രത്തോളം നമ്മൾ വെറുക്കുന്നുണ്ടോ ആ രീതിയിൽ കുഫ്റിൽ നമ്മൾ വീഴുന്നതിന് വെറുക്കുക. ഇത് കുഫ്ർ മാത്രമല്ല, ഒരു ഹറാമിൽ വീഴുന്നതിന് നമ്മൾ ഭയപ്പെടണം. നരകത്തിൽ തീയിൽ നമ്മൾ വീഴുന്നത് എത്രത്തോളം നമ്മൾ പേടിക്കുന്നുണ്ടോ ആ രീതിക്ക് ഒരു ഹറാമുകൾ ചെയ്യുന്നത് നമ്മൾ ഭയപ്പെടണം. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരാമർശിക്കുന്ന സംഭവങ്ങൾ താരീഖിന്റെ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അവരിൽ ചിലർക്കൊക്കെ തിന്മ ചെയ്യാൻ മനസ്സിൽ തോന്നും. നമുക്ക് അങ്ങനെയാണല്ലോ, ചില സമയത്ത് ചില തിന്മ ചെയ്യാൻ മനസ്സിൽ താല്പര്യം, ആഗ്രഹമൊക്കെ ഉണ്ടാവും. ആ മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾ തിന്മ ചെയ്യാൻ മനസ്സിൽ വല്ലാതെ ആഗ്രഹം തോന്നുമ്പോൾ അവർ വീട്ടിലെ മണ്ണെണ്ണ വിളക്ക് കത്തിക്കും. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചുകൊണ്ട് കൈ ആ മണ്ണെണ്ണ വിളക്കിൽ തീയിലേക്ക് വെക്കും. കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ പൊള്ളും, വല്ലാതെ പൊള്ളും. ആ പൊള്ളുന്ന സമയത്ത് അവരോട് തന്നെ പറയും, ഇതിനേക്കാൾ 80 ഇരട്ടി ശക്തിയുള്ള, ഇതിനേക്കാൾ 80 ഇരട്ടി തീ അഗ്നിയുള്ള, ഇതിനേക്കാൾ 80 ഇരട്ടി പവറുള്ള തീയാണ് കേട്ടോ നരകത്തിലുള്ളത് എന്ന് അവരോടായി തന്നെ പറയും. ഇനി നീ പറയും, നിനക്ക് ആ ഹറാം ചെയ്യണോ, നിനക്ക് ആ ഹറാം ചെയ്യാൻ മനസ്സിൽ തോന്നുന്നുണ്ടോ എന്ന് അവരോട് തന്നെ പറയും. ഹറാമുകൾ വീഴുന്നതിനെ, ഹറാമുകൾ പെടുന്നതിനെ നമ്മൾ ഭയപ്പെടണം. നരകത്തിൽ തീയിൽ വീഴുന്നത് എത്രത്തോളം നമ്മൾ ഭയപ്പെടുന്നുണ്ടോ ആ അളവിൽ നമ്മൾ ഭയപ്പെടണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ റമളാനിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഈ ശഅബാൻ മുതൽ തന്നെ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, സദക്കകൾ കൊണ്ട്, സക്കാത്തുകൾ കൊണ്ട്, സാധുക്കളായ അനാഥകൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അമലുകൾ ചെയ്തുകൊണ്ട് ശഅബാനിൽ നമ്മൾ ഒരുങ്ങണം. ശഅബാനിൽ ഒരുങ്ങി നമ്മൾക്ക് റമളാനിലേക്ക് എത്തണം. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കിനാവ് ഉണ്ടാവണം, ഒരു സ്വപ്നം ഉണ്ടാവണം. ഒരു കിനാവ്, ഒരു സ്വപ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട് എന്താണ് ആ സ്വപ്നം, എന്താണ് കിനാവെന്ന്. ദുനിയാവിൽ ഈമാനോടുകൂടി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ മരണത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലെത്തും. അപ്പൊ ദുനിയാവിൽ ഈ ദീനിനെ വഴിപ്പെടുക, അനുസരിക്കുക എന്നതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ദുനിയാവിൽ ദീനനുസരിച്ച് ജീവിച്ചാൽ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ആകെ ഇടങ്ങേറുള്ള ഒരു ജീവിതമാണെന്ന് ഒരിക്കലും കരുതരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ആഖിറത്തിലെയും ദുനിയാവിലെയും വിജയം ഈ ദീനിയായ ജീവിതത്തിലാണ്. ദീൻ മുറുകെ പിടിച്ചുള്ള ജീവിതത്തിൽ മാത്രമാണ് ആഖിറത്തിലെയും ദുനിയാവിലെയും വിജയം. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വമൻ ആമില മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ ആമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഈമാനോടുകൂടി ആര് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ജീവിതം കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിനെല്ലാം പ്രതിഫലം അള്ളാഹു ആഖിറത്തിൽ നൽകും. അപ്പോൾ ദുനിയാവിന്റെ ജീവിതത്തിലെ രസം, നമ്മൾ വിചാരിക്കും ദുനിയാവിൽ അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് രസം, ആനന്ദം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഒരിക്കലുമല്ല. അള്ളാഹു ഹലാലാക്കിയതിനെ, അള്ളാഹു നമുക്ക് അനുവദിച്ച് നൽകിയതിൽ മാത്രമാണ് ജീവിതത്തിൽ ദുനിയാവിലെ രസവും ആനന്ദമുള്ളൂ. ഭാര്യയോടും ഭർത്താവിനോടും അത്തരമുള്ള ജീവിതത്തിലാണ് ആനന്ദമുള്ളത്. അവിഹിത ബന്ധത്തിൽ ഒരിക്കലും ആനന്ദം ഉണ്ടാവൂല.
അള്ളാഹു ഹലാലാക്കിയ ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക. ഹറാമായ പലിശ പോലുള്ള ഇടപാടുകളിൽ ബന്ധപ്പെടുന്നതിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു അനുഭവം പങ്കുവച്ചു. അദ്ദേഹം അറിയപ്പെട്ട ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ പലതരത്തിലുള്ള കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങൾ, പല വാർത്തകൾ കേട്ടാൽ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മളെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. അദ്ദേഹം പറയാണ്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടി, അവൾ കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. ഓൺലൈൻ കൗൺസിലിംഗ് ആയിരുന്നു. വലിയ മാനസിക ടെൻഷനിൽ കൂടിയാണ് ആ പെൺകുട്ടി കടന്നു പോകുന്നത്. അവൾ അവളുടെ അനുഭവം, ജീവിതാനുഭവം പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് അവളുടെ വിവാഹം കഴിഞ്ഞത്. 1 വർഷം മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ. ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ നല്ല ദീനിയായ ഫാമിലിയാണ്. വിവാഹ അന്വേഷണ സമയത്ത് അവർക്കൊരു ചെറുക്കന്റെ വിവാഹാന്വേഷണം വന്നു. വലിയ സമ്പത്തുള്ള നല്ല ഫാമിലി, നല്ല ജോലിയുണ്ട്. അപ്പൊ സമ്പത്തുള്ള ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തിന് വേണ്ടി വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കൊക്കെ വലിയ സന്തോഷമായി. ആ കല്യാണം എങ്ങനെയെങ്കിലും നടക്കാൻ വേണ്ടി ആ പെൺകുട്ടിയോട് പ്രഷർ ചെയ്തു. പക്ഷെ ആ പെൺകുട്ടി പറയുകയാണ്, ഞാൻ വിവാഹത്തിന് മുമ്പ് ആ ചെറുപ്പക്കാരനോട് സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ദീനുണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ആ ചെറുപ്പക്കാരൻ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ല ഞാൻ നിസ്കരിക്കാറില്ല, ഞാൻ ദീനിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാറില്ല, അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു നിരീശ്വരവാദിയായ ചെറുപ്പക്കാരൻ. ആ പെൺകുട്ടി ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറഞ്ഞു, എനിക്ക് ഈ വിവാഹം വേണ്ട, എനിക്കൊരു ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ മതി എന്ന് പറഞ്ഞു. പക്ഷെ വന്നത് നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ല ജോലിയുണ്ട്, നല്ല സമ്പത്തുള്ള ഫാമിലിയാണ്, നല്ല കുലീന ഫാമിലിയാണ്. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ മാത്രം ആ വിവാഹം നടന്നു. വിവാഹങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോയി, ദുബായിലേക്ക് തന്റെ ജോലിക്ക് വേണ്ടി പോയി. ഈ പെൺകുട്ടിക്ക് ശരീരത്തിൽ ചില ഭാഗത്തൊക്കെ ഒരു പ്രത്യേകിച്ച് ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി, വ്രണങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി, മുറിവുകൾ രൂപപ്പെടാൻ തുടങ്ങി. ആരും അറിയാതെ ഈ പെൺകുട്ടി ഡോക്ടറെ കണ്ടു, അപ്പോയിന്റ്മെന്റ് എടുത്തു. ആരും കാണാതെ ഡോക്ടറെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വ്രണങ്ങൾ ഉണ്ടാവുന്നു, മുറിവുകൾ ഉണ്ടാവുന്നു, ആ മുറികൾ പൊട്ടുന്നു. എന്താണ് അതിന്റെ കാരണം? അങ്ങനെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിച്ചു, ബ്ലഡ് ടെസ്റ്റിന് അയച്ചു. ബ്ലഡ് ടെസ്റ്റിനൊക്കെ അയച്ച സമയത്താണ് പറയുന്നത്, നിങ്ങൾക്ക് HSV ഉണ്ട്, ഹാംബർ സിംപ്ലക്സ് വൈറസ് എന്ന് പറയും. HIV പോലെ തന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ്. അവിഹിതമായ ലൈംഗിക ബന്ധത്തിൽ കൂടിയാണ് ഇത് പകരുക. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അവിഹിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അങ്ങനെ എവിടെയും ഞാൻ പോയിട്ടില്ല, ഞാൻ നല്ല രീതിയിലാണ് ജീവിച്ചത്. ഒരാഴ്ചക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നു. ആ ചെറുപ്പക്കാരന്റെ ബ്ലഡും ടെസ്റ്റിന് അയച്ചു. ആ ചെറുപ്പക്കാരനും HSV എന്ന് പറയുക ശരീരം ഒരിക്കലും ക്യൂറബിൾ അല്ലാത്ത, മാറ്റാൻ പറ്റാത്ത ഒരു അസുഖം, ഒരിക്കലും മാറാത്ത രീതിയിലുള്ള അസുഖം. ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരനും ആ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിലും പോകുന്ന സമയത്ത് പല രീതിയിലുള്ള ലൈംഗിക അവിഹിത ബന്ധങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു രാജ്യത്ത് പോയിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടിയാണ് HSV എന്ന് പറയുന്ന ഈ വൈറസ് എൻ്റെ ശരീരത്തിൽ കയറിക്കൂടിയത്. HIV പകരുന്നത് പോലെ എൻ്റെ ശരീരത്തിലേക്കും HSV എന്ന് പറയുന്ന ഈ വൈറസ് കടന്നിരിക്കുകയാണ്. ആ പെൺകുട്ടി പറയാണ്, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ കുറ്റക്കാരിയായി മാറിയിരിക്കുകയാണ്. ഒരിക്കലും ഈ മാറാത്ത അസുഖം ഞാൻ അനുഭവിക്കണം. ഇനിയെങ്ങാനും എനിക്കും ഇയാൾക്കും കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിലേക്ക് പോലും ഈ അസുഖം ബാധിക്കും എന്ന് പറയുന്നിടത്ത് എന്നോട് എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞു നിർത്തുകയാണ്, ദീൻ അനുസരിച്ചുള്ള ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ആനന്ദവും സുഖവും വെച്ചപ്പോൾ ദീനില്ലാത്ത, അള്ളാഹുവിന് വഴിപ്പെടാത്ത എല്ലാ ബന്ധങ്ങളിലും എല്ലാ കർമ്മങ്ങളിലും അള്ളാഹു ദുനിയാവിൻ്റെ വിഷമങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ടുകൊണ്ട്, അവനനുസരിച്ചുകൊണ്ട്, ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മനസ്സിലൊക്കെ ഒരു കിനാവുണ്ടാവണം. മരണപ്പെട്ടുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കാനോടുകൂടിയും ഈമാനോടുകൂടി മരിക്കാനും ഒടുക്കം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരുമിച്ച് കൂടാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ കയറിയ സ്വർഗവാസികളോട് അവസാനമായി പറയപ്പെടുന്ന വാക്കുകൾ ഹദീസിൽ കൂടി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയ സ്വർഗവാസികളോട് അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് ഇനിയും വല്ലവും അധികമായി വേണോ? അധികമായിട്ട് അലം അസ്ദുക്കും ഷൈഅൻ, ഇനിയും വല്ലവും അധികമായി ഞാൻ നിങ്ങൾക്ക് നൽകണോ? സ്വർഗവാസികൾ പറയും, അള്ളാഹുവെ, നിന്നെ വഴിപ്പെട്ടതിന്റെ പേരിൽ, നിനക്ക് വേണ്ടി അമലുകൾ ചെയ്തതിന്റെ പേരിൽ, നല്ല മുഅ്മിനായിക്കൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ, അലം തുൻജീന മിനന്നാർ,
വതുദ്ഖിൽനാ അൽ ജന്ന, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ. അലം തുബയ്യിള വുജൂഹന, ഞങ്ങളുടെ മുഖങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചില്ലേ. എത്ര നല്ല സന്തോഷമാണ് ഈ സ്വർഗത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മാത്രം പോരെ എന്ന് അവർ അള്ളാഹുവോട് പറയുന്ന സമയത്ത് ഫയക്ഷിഫുൽ ഹിജാബ്, അള്ളാഹുവിന്റെ മറ നീങ്ങും. നബി തങ്ങൾ പറയുന്നു, ഇന്നക്കും സതറൗന റബ്ബക്കും അയാനൻ കമാ തറൗന ഹാദൽ ഖമർ, പൗർണമി നാളിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ചന്ദ്രനെ ഏതുപോലെ കാണുമോ അതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണും. ലാ തുളാമൂന ഫീ റുയതിഹി, പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് കൂട്ടാതെ മനുഷ്യരായ മുഅ്മിനീങ്ങളായ സ്വർഗവാസികളെല്ലാം അള്ളാഹുവിനെ കാണുന്ന ഒരു മൂമെന്റ് ഉണ്ട്. ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, സ്വർഗവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിൽ കിട്ടിയ എല്ലാവിധ അനുഗ്രഹങ്ങളെക്കാളും, അവിടെ കിട്ടിയ എല്ലാവിധ പ്രതിഫലനേക്കാളും, അവിടെ കിട്ടിയ എല്ലാവിധ നദികളെക്കാളും, സ്വർഗത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളെക്കാളും അവർക്ക് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അവർക്ക് അനുഭവപ്പെടുക റബ്ബിനെ കാണുന്നൊരു മൂമെന്റ് ആയിരിക്കും. കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ എന്നുള്ള ഖുർആൻ ആയത്ത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു, കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക്, അള്ളാഹുവിന് ഭയപ്പെടാത്ത ആളുകൾക്ക്, റബ്ബിനെ ധിക്കരിച്ച ആളുകൾക്ക്, ജീവിതത്തിൽ അമലി സ്വാലിഹാത്ത് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക്, എത്ര റമളാൻ കടന്നു കളഞ്ഞാലും ജീവിതത്തിൽ ഒരു മൂമെന്റിൽ പോലും ഒന്ന് മാറണം എന്ന് ചിന്തിക്കാത്തവർക്ക്, അഡിക്ഷനുകളിൽ മാത്രം അഭിരമിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, അള്ളാഹുവിന് ഭയപ്പെടാതെ ഹറാമുകൾ ജീവിതം ചെലവഴിച്ച ആളുകൾ, നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധങ്ങളും ഒക്കെ ശിഥിലമാക്കി ജീവിച്ച ആളുകൾ, കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, എല്ലാ ആളുകളും അവരുടെ റബ്ബിനെ കാണുന്ന ദിവസം അവർക്ക് അവരുടെ റബ്ബിനെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ പോലും സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥയിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ തുറന്ന് കാണുന്ന, അതിന് ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 24 ദിവസങ്ങൾക്ക് അകലെയുള്ള റമളാനിലേക്ക് അള്ളാഹു നമ്മളെയൊക്കെ എത്തിക്കുമാറാകട്ടെ. ഇനിയും റമളാൻ, ജീവിതത്തിൽ ഒരുപാട് റമളാൻ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അമലുകൾ കൊണ്ട്, സദഖകൾ കൊണ്ട്, സകാത്തുകൾ കൊണ്ട്, നമസ്കാരങ്ങൾ കൊണ്ട്, തിലാവത്തുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് ഈ റമളാൻ അനുകൂലമായി സാക്ഷിയാക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടി അള്ളാഹുവിലേക്ക് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലി വിട പറയുവാനും ഒടുക്കം സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ